പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു എന്നുള്ളതാണ്. ഈ GRN നിന്ന് അങ്ങേ വീട്ടിൽ വന്ന് കണ്ടു എന്ന് പറയും. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള GRN അദ്ദേഹത്തിന്റെ വീട് പോലെ തന്നെ സ്വാതന്ത്ര്യമുള്ള വീടാണ് എന്റെ വീട്. അദ്ദേഹം വന്ന് കാണുന്നതിന് ഇത്ര വലിയ ഒരു അത്ഭുതപ്പെടാനുള്ള കാര്യം എന്താ? അങ്ങനെ ഇന്നലെ ഒരു അതിർത്തി പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയായില്ല. AIF നേതാക്കൾക്കെതിരെ നടപടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം മുന്നണിയുടെ ഒരു കെട്ടപ്പിന് വേണ്ടിയാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അതൊക്കെ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ സംശയിക്കുന്ന കാര്യങ്ങളാണ്. ഞങ്ങളുടെ മുന്നണിക്കകത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രശ്നവുമില്ല. ഇതൊരു ഒരു മുന്നണിയാണ്, ഒരു ഗവൺമെന്റാണ്. അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉണ്ടാവുമല്ലോ. അതെല്ലാം ചർച്ച ചെയ്ത് പരിഹരിച്ചു പോകുന്നതാണല്ലോ ഒരു മുന്നണിയുടെയൊക്കെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ. അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ ഉത്കണ്ഠപ്പെട്ട കാര്യമില്ലെന്ന്. പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു. ഒരു പ്രശ്നമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറായി ഇപ്പൊ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ഈ PMCയിൽ കത്തയക്കുന്നത് എന്നത്തേക്കുണ്ടാവും? അതിന്റെ PMCയുടെ കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി പറയും. യൂണിസെഫ് തന്നെ ഇവിടെ കാര്യമായിട്ട് കേരളത്തിൽ വെച്ച് തന്നെയാണ് ഈ ചർച്ച നടത്തുന്നത് ഗവൺമെന്റ്. അപ്പൊ ഈ ഒരു പദ്ധതി PMCയുടെ ചർച്ച അല്ല ഇവിടെ നടക്കുന്നത്. അതല്ല ഇപ്പം അടുത്ത സമഗ്ര ശിക്ഷയുടെ കാര്യത്തില് പുതിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ അപ്പൊ കേരളത്തിൽ ഇതിൽ പങ്കാളിയാവാതെ നിന്നാൽ പ്രശ്നമാവില്ലേ? ഞാൻ പറയാം, പിന്നെ പറയാം. അങ്ങേ ഒരു സംഘപരിവാർ നിലപാടുകാരനാക്കിയൊക്കെയാണ് പലപ്പോഴും ചിത്രീകരിക്കപ്പെടുന്നത്. അതാണോ ഇത്ര വിഷമമുണ്ടാക്കിയത്? അല്ല, അതെന്നല്ല നമ്മുടെ വിഷമം പറഞ്ഞു. അതിന് മറുപടി ബന്ധപ്പെട്ടവർ പറയുകയും ചെയ്തു. അതോടുകൂടി അത് അവസാനിച്ചു. ഈ BJP-കാരൊക്കെ കോൺഗ്രസുകാരൊക്കെ അങ്ങേ വിളിക്കുന്ന സംഘിക്കുട്ടി ശിവൻകുട്ടി എന്നൊക്കെയാണ്. കോൺഗ്രസ് വിളിച്ചത് അവരങ്ങനെ ഒരു സമരമൊക്കെ ആകുമ്പോൾ മുദ്രാവാക്യമൊക്കെ വിളിക്കുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. സമാനമായ ഒരു ഇതാണ് AIF ASF ഒക്കെ വിമർശിച്ചത്. കാരണം അങ്ങയുടെ സമര പാരമ്പര്യവും അങ്ങ് ഇത്രയും നാളുണ്ടാക്കിയ ഒരു പേരുമൊക്കെ ഇതിലൂടെ അങ്ങ് അതൊന്നും ഒലിച്ചു പോകുന്നതല്ല. നമ്മളുണ്ടാക്കിയിട്ടുള്ള സമര പാരമ്പര്യം. ഏതായാലും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. GRN ഒരു പറ്റിപ്പോയത് അബദ്ധമെന്ന് അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ? ഇല്ല, അങ്ങനെ ഞങ്ങളൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളല്ലേ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ വിഷമം ഉണ്ടാകുമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയില്ലേ. ചട്ടിയും കലമാകുമ്പോൾ തട്ടിമുട്ടിയിലും കിടക്കും. അതിൽ വേറെ കാര്യമൊന്നും.